ഇന്നായിരുന്നു ആ ദിവസം. ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ആ ഒരു ദിവസം. മൈ ഫസ്റ്റ് ടൈം സ്കൂബ ഡൈവിംഗ്. ജീവിതത്തിൽ ആദ്യമായി ആഴക്കടലിൻ്റെ അത്ഭുതങ്ങൾ തേടിപ്പോയൊരു യാത്ര. യൂട്യൂബിൽ റാൻഡമായി ക്ലിക്ക് ചെയ്തൊരു വീഡിയോ, മല്ലു ഡ്രോൺ ട്രാവലർ, ഒരു ബ്രീത്ത് ടേക്കിംഗ് സ്കൂബ ഡൈവിംഗ് ജേണി. പക്ഷേ അത് എനിക്ക് വെറുമൊരു വീഡിയോ മാത്രമായിരുന്നില്ല, ഒരു ട്രിഗറായിരുന്നു, എന്നെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു ട്രിഗർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്കൂബ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതെ അതെ, അത്രയും പറയാനില്ല. ഞാൻ പോണേണ്. യൂട്യൂബിലെ മല്ലു ഡ്രോൺ ട്രാവലറിലെ ഷബിൻ ചേട്ടന്റെ വീഡിയോ കണ്ട ശേഷമാണ് സ്കൂബ ഡൈവിനോട് ഇത്രയും ഒരു താല്പര്യം ഉണ്ടാകുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിൽ പറഞ്ഞ ജിബിൻ ചേട്ടനെ വിളിച്ചിട്ട് നേരെ ഫുക്കറ്റിലേക്ക് ഇട്ടു. ഫുക്കറ്റിൽ വന്നിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ലാസ്റ്റ് ഡേ ആണ് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ബാക്കി 2 ദിവസം ഇവിടെ സംക്രാന്തി പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഡൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ ഫീഫി ഐലൻഡിലേക്ക് പോകണം. അവിടെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫെറി എടുക്കാം. സ്പീഡ് ബോട്ട് ആണെങ്കിൽ ഏകദേശം 45 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. പക്ഷെ ഫെറി ആണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ എടുക്കും. പക്ഷെ ഫെറിക്ക് 400 ബാത്തും അതുപോലെ സ്പീഡ് ബോട്ടിന് 700 to 800 ബാത്ത് വരെ റേറ്റ് ആകുന്നുണ്ട്. നമുക്ക് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളും ഫെറി എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. രാവിലെ 8:30ക്കാണ് ഫസ്റ്റ് ബോട്ട്. കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും ബോട്ട് മിസ്സായി പോകും. ബോട്ട് കൃത്യസമയത്ത് തന്നെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വരുന്നുണ്ടെങ്കിൽ എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്താൻ നോക്കുക. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഫീഫിയിലേക്ക് പോവുകയാണ്. അങ്ങ് ആ കാണുന്നതാണ് മായാബി. പക്ഷെ അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം അവിടെ ചെറിയ കുഞ്ഞു ഷാർക്കുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും വിടൂല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ബോട്ടും അവിടെ കുറച്ച് സമയം നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഫീഫിയിലെത്തി. നേരെ ജിബിൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ പേപ്പറിലൊക്കെ സൈൻ ചെയ്തു. ഒരാൾക്ക് 3400 ബാത്താണ് വരുന്നത്. അതുപോലെ ഡൈവ് ചെയ്യണമെങ്കിൽ നാഷണൽ പാർക്കിൽ ഒരു 600 ബാത്തിൻ്റെ ടിക്കറ്റും എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4000 ബാത്താണ് ഒരാൾക്ക് വരുന്നത്. ഇന്ത്യൻ രൂപ ഏകദേശം ഒരു 10,300 രൂപയോളാകും. അങ്ങനെ അവിടുന്ന് വേറൊരു ചെറിയ ബോട്ട് കയറിയിട്ട് നമ്മൾ നേരെ ആഴക്കടലിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കടലിൻ്റെ അടിയിൽ വെച്ച് എന്ത് സംഭവിച്ചാലും നമ്മൾ തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. നമ്മളിത് 1 മീറ്റർ പോകുമ്പോൾ 2 മീറ്റർ പോകുമ്പോൾ 3 മീറ്റർ പോകുമ്പോൾ ഈ പ്രഷർ ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് എല്ലാം നമ്മൾ ചെയ്യണം. എപ്പോഴാണോ നമുക്ക് ചെവിയിൽ പ്രഷർ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യണം. ചിലർക്ക് ഉമ്മനീര് ഇറക്കി കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ചിലർക്ക് എപ്പോഴാണോ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ചെയ്യണം. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അല്ല നമ്മുടെ ഡ്രസ്സൊക്കെ അത് പുള്ളിക്കാരിയാൻ സെറ്റ് ആയിക്കോളാം. പവറല്ലേ പവറേഷ്. ടോട്ടൽ നമുക്ക് 2 ഡൈവാണ് വരുന്നത്. ഫസ്റ്റത്തെ 12 മീറ്റർ താഴ്ചയിലും രണ്ടാമത്തെ 18 മീറ്റർ താഴ്ചയിലുമാണ്.
ഫസ്റ്റ് ഡൈവ് കഴിഞ്ഞതിന് ശേഷം ഒരു 45 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അതിന് ശേഷമാണ് രണ്ടാമത്തെ ഡൈവ്. ഫസ്റ്റ് തനക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് അപ്പോഴത്തെ ആ ഒരു ടെൻഷനിലും അത് വിട്ടുപോയി. അപ്പോൾ ഇത് രണ്ടാമത്തെ ഡൈവാണ്. വലിയ സ്റ്റെപ്പ് അങ്ങനെ എല്ലാവരും വെള്ളത്തിലിറങ്ങി. ഒരാൾ മാത്രം വന്നില്ല. ആൾക്ക് കുറച്ച് പേടിയായിരുന്നു. അതുകൊണ്ട് തിരിച്ച് ബോട്ടിൽ തന്നെ കയറി. അപ്പം നമുക്കിനി കടലിൻ്റെ അടിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം.
എന്താ ഇപ്പൊ പറയാ? സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. കാരണം ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചാലേ ഇതിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ മനസ്സിലാവും. കടലിൻ്റെ അങ്ങ് ആഴത്തട്ടിൽ കൂട്ടം കൂട്ടമായ കുറേ മീനുകൾ, പവിഴപ്പുറ്റുകൾ, പിന്നെ കടലാമ, പിന്നെ പേരറിയാത്ത കുറേ മീനുകൾ, അങ്ങനെ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.